ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മൾ കുറേ പേര് നമ്മുടെ മെയിൻ ചാനലിലൊക്കെ നമുക്ക് കമന്റ്സ് വരുന്നതാണ്. അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു ടാബ്ലറ്റ് റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചാൽ കുറേ കമന്റ്സ് നമുക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി പേഴ്സണലി എൻ്റെ 2-3 ടാബ്ലറ്റ്സ് ഉണ്ട്. ഞാൻ ഐപാഡും അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ മെയിൻ ചാനലൊക്കെ നമ്മൾ അൺബോക്സിംഗ് സംഭവമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഐപാഡ് ഉപയോഗിക്കുന്നുണ്ട്, സാംസങ്ങിന്റെ ടാബ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാൻ റീസെന്റ് വാങ്ങിച്ചൊരു ടാബാണ് നമ്മുടെ OnePlus Pad. OnePlus Go അല്ല, OnePlus Pad ഇട്ടാ. ഇതിന് നമുക്ക് Dimensity 9000 പ്രൊസറൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഗെയിമിങ്ങിന് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഏത് പർപ്പസിനാണെങ്കിൽ സാധനം ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് OnePlusന്റെ ഒരു പെൻസിൽ നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കണം. ഇതിപ്പോൾ നമുക്ക് അവരുടെ സൈറ്റിൽ നിന്ന് വാങ്ങിയാൻ കിട്ടും. 5000 രൂപയ്ക്കാണ് നമുക്ക് കാർഡ് ഓഫർ. ഇത് നമുക്ക് 8GB 128GB നമുക്കൊരു 35-34 രൂപ നമുക്ക് ഓൺലൈനിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ICC-നൊക്കെ ഡിസ്കൗണ്ട്സ് 4000 രൂപയ്ക്ക് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വന്നെങ്കിൽ OnePlus സ്റ്റോറിൽ വാങ്ങിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 30,000 താഴെ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഈ സാധനം. OnePlus Pad ബേസ് വേരിയന്റ്, ഇത് വൈഫൈ വേരിയന്റ് മാത്രമുള്ളവർക്ക് 5G വേരിയന്റ് ഒന്നും ഇല്ല. പക്ഷെ കിഡിലൻ സാധനമാണ്. ഞാൻ ഇവരുടെ അക്സസറി ആയിട്ട് ഉപയോഗിക്കുന്നത് OnePlusന്റെ ഈ പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവരുടെ തന്നെ മാഗ്നറ്റിക് ആയിട്ടുള്ള പൗച്ച് അല്ല, അത് ഒരു കേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നുണ്ട്. ഇത് മാഗ്നറ്റിക് ആണ്, അതുകൊണ്ട് തന്നെ സാധനം ഭയങ്കര തിന്ന. അത് കിട്ടുന്നതെന്ന് അറിയില്ല. കണ്ടോ, ഓൾറെഡി സാധനം ഭയങ്കര തിന്നാണ്. ഓൾമോസ്റ്റ് 10.5 ഇഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡിസ്പ്ലേ സൂപ്പറാണ്. ഇതിനാകെ ഒരു കോണെന്ന് എനിക്ക് തോന്നിയത്, ഇതിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ സംഭവമൊന്നുമില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ആകെ ഫേസ് ID മാത്രമേ. പക്ഷെ ഫേസ് ID പെട്ടെന്ന് നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 6 മാസത്തിന്റെ താഴെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു റിവ്യൂ പോലെ ചെയ്താൽ പിന്നെ അത്യാവശ്യം നല്ല ഓഫറും കിട്ടുന്നുണ്ട്. ക്യാമറ പെർഫോമൻസും സൂപ്പറാണ് കേട്ടോ. ഫ്രണ്ട് ക്യാമറയും നല്ലതാണ്. ഫ്രണ്ട് ക്യാമറ നമുക്ക് സെൻട്രലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നോർമലിക്കാട്ടും കുറച്ച് വലുതാണ്. ഉണ്ടോ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സാധനം ഇത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് മാഗ്നറ്റിക് ആണ്. കേട്ടോ, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കും ചെയ്യാം. ഇവിടെ തന്നെയാണ് നമുക്ക് ക്യാമറ വരുന്നത്. ടെമ്പർ ഗ്ലാസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും മീറ്റിംഗോ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ സാധനം ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഉണ്ടോ, ഇത് ബാക്ക് ക്യാമറയാണ്. ഇത് നമുക്ക് ഫ്രണ്ട് ക്യാമറ ആക്കാം. ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറയാണ്. ഇതിപ്പോൾ ഉണ്ടോ, അത്യാവശ്യം കുറെ ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാം. കുഴപ്പമില്ലാത്ത ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, ലേറ്റസ്റ്റ് OS വരുന്നുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. OnePlusന്റെ ആണ് 3 year അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് Android 14 സംഭവത്തിൽ ഓടുന്നത്. ഓൾമോസ്റ്റ് നമുക്കൊരു 2 മാസത്തിനിടയിൽ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് ഹൈ എൻഡ് സ്പെക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലോങ് ടൈം ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 30,000 ഒക്കെ റേഞ്ചിലൊക്കെ ഒരു പാഡ് നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഷവോമിയുടെ പാഡ് ഞാൻ സംഭവം നല്ല കിടിലൻ പെർഫോമൻസ് സംഭവമൊക്കെയാണ്. പക്ഷെ അവരുടെ OS നിറച്ച് ബഗ്ഗും, അതേപോലെ ബഗ്ഗല്ല, നിറച്ച് പരസ്യം സംഭവമൊക്കെ ആയിട്ട് വേർപ്പിക്കും. അങ്ങനത്തെ സംഭവമായിട്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇതിൽ പരസ്യ സംഭവങ്ങളൊന്നും ഇല്ല, എക്സ്ട്രാ ബ്ലോട്ട് വെയർ ഒന്നുമില്ല, ക്ലീൻ ആണ്. നിങ്ങൾക്കറിയായിരിക്കും ഓക്സിജൻ OS ആണ്. പക്ഷെ ബേസ്ഡ് ഓൺ നമ്മുടെ എന്താ പറയാ, ഓപ്പോന്റെ OS, പണ്ടത്തെ OnePlus OS അല്ലല്ലോ, ഓക്സിജൻ OS അല്ലല്ലോ ഇപ്പോഴത്തെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇവരുടെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പക്ഷേ അവരുടെ നമ്മുടെ ഓപ്പോന്റെ OSന്റെ ലുക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റ ബ്ലോട്ട് വൈസോ ഒന്നുമില്ല. ഈ സ്മൂത്ത് വർക്കിംഗ് ആണ്. കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അതാണ് വേറെ കാര്യം. അപ്പോൾ ഞാൻ ചുമ്മാ ഇതിന്റെ ഉണ്ടോ, കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. ഡിസ്പ്ലേയും സൂപ്പറാണ്. ഇപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ കിടിലൻ പെർഫോമൻസ് തന്നെ പറയാം. പെന്നായാലും നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. നമ്മുടെ ഐപാഡിന്റെ പെൻസിൽ പോലെയല്ല, നമുക്ക് ഇത് എല്ലായിടത്തും ഉപയോഗിക്കാം. ഇതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉണ്ടോ, ഇത് ബ്ലൂടൂത്ത് ആണ്. നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും. അങ്ങനത്തെ ടൈപ്പ് തന്നെയാണ്. ഇത് നമ്മൾ പെൻസിൽ ഓൾറെഡി വെച്ച് നമുക്ക് ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പെൻസിൽ അവിടെ കണക്ട് ആയിക്കോളും. ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ആവുന്നത്. ചാർജിങ്ങും ബ്ലൂടൂത്ത് വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് പെട്ടെന്ന് ചാർജിങ് കഴിയില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നോട്ട്സ് ഉണ്ട്. നമുക്ക് ഇതിൽ നോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് വരുന്നതാണ്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒന്ന് ഇത് ഈ മോഡ് ആയിക്കോട്ടെ കേട്ടോ, ഹാൻഡ് റൈറ്റിംഗ് മോഡ് ആയിക്കോട്ടെ. പെന്നെടുക്കുക, കണ്ടോ, അത് കളർ മാറിപ്പോയി. മഞ്ഞെടുക്കാൻ നമുക്ക് ഞാൻ ഇതെടുത്തു, കണ്ടോ, നല്ല സ്മൂത്താണ്. ഇപ്പം അങ്ങനെയൊക്കെ അത്യാവശ്യം കുറച്ച് ഹെഫ്റ്റ് ഉണ്ട്. അത് മാത്രമായിട്ട് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. സാംസങ്ങിന്റെ S10 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാധനത്തിന് കുറച്ച് ഹെഫ്റ്റ് ഉണ്ട് എന്ന് വെച്ചാൽ. പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഒക്കെ സൂപ്പർ. അതിന്റെ മുകളിലൊക്കെ മെറ്റലൊക്കെ കണ്ടു.
അപ്പോൾ കിടിലൻ സാധനം തന്നെയാണ്. എനിക്ക് എന്തായാലും ഈ ഇതിന് അതിൽ ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ 38-39 ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് under 30 വിത്ത് ഡിസ്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് കാർഡ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത് എടുക്കാൻ തന്നെ കാരണം. അപ്പൊ കണ്ണും മുടി എടുക്കാൻ മറക്കണ്ട. നമുക്ക് ആമസോണിൽ ഞാൻ ആമസോണിന്റെ ബൈ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. എന്തായാലും സംശയം കണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമന്റ് പ്രകാരമാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.